ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മൾ ഇന്നൊരു ഹോം ടൂറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പുറത്ത് കാണുന്നതാണ് എൻ്റെ വീട്. അപ്പൊ അതിന്റെ തൊട്ടിപ്പുറത്തുള്ളത് നമ്മുടെ ഇച്ചുവിന്റെ വീടാണ്. ഇച്ചുവിന്റെ വീട് എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ വീട്. എൻ്റെ അനിയത്തിയുടെ വീട് എന്ന് വെച്ചാൽ എൻ്റെ അമ്മ താമസിക്കുന്ന വീടാണിത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മ വല്ലതും തരണേ എന്ന് പറഞ്ഞു പോയി ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ വീടാണിത്. ഈ വീടിന്റെ ഹോം ടൂർ നമുക്കൊന്ന് കണ്ടു നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്ത് പറയാനൊന്നും അറിയില്ല. എന്നാലും ഞാൻ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം. വാതിലൊക്കെ തുറന്നു തരാൻ നമ്മൾ മുൻപേ തന്നെ അകത്ത് ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ആളുടെ ആഗ്രഹമായിരുന്നു അവളുടെ വീടിന്റെ ഹോം ടൂർ ചെയ്യണം എന്നുള്ളത്. അതിന് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഹോം ടൂർ ചെയ്യുന്നത് അവളുടെ ചാനലിൽ ഇടണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. അവൾക്കൊരു ചാനലൊക്കെ ഉണ്ടായിരുന്നതാണ്. സ്കൂളിലെ മത്സരങ്ങളുടെ പ്രസംഗ മത്സരങ്ങൾ, കവിതാ മത്സരങ്ങൾക്കൊക്കെ ഉള്ള അങ്ങനത്തെ രീതിയിലുള്ള കണ്ടന്റ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ അമേരിക്കൻ റൂൾ പ്രകാരം 13 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ചാനലിൽ പാടില്ല എന്നോ അങ്ങനെ സോഷ്യൽ മീഡിയ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് ഒരു ദിവസം പെട്ടെന്ന് അതങ്ങ് അപ്രത്യക്ഷമായി പോകുമായിരുന്നു. നമ്മളതൊന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നമുക്കത് കിട്ടിയില്ല. അപ്പോൾ ഇപ്പൊ അവൾക്ക് ചാനലൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എന്റെ ചാനൽ ഇട്ടേക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് വീട് കണ്ടാലോ? ഇതാണ് നമ്മുടെ ഹാളിലെ വിൻഡോസിലൊക്കെ ബ്ലൈൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഹാളില് നമ്മൾ ഒരു സൈഡില് സോഫയും ഒരു സൈഡില് ഡൈനിങ് ടേബിളുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ടേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം നമ്മൾ വേറെ ഒരെണ്ണമായിരുന്നു എടുത്തത്. പിന്നെ നമ്മളുടെ ടൈൽസിന്റെ കളറിന് ചേരുന്നതാണെന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നോക്കിയെടുത്തതാണ് രണ്ടാമത് ഈ ഒരു ഡൈനിങ് ടേബിള്. സോഫ നമ്മൾ ഒരു 3 സീറ്ററും 2 സിംഗിൾ സീറ്ററും എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ ഇവിടെ ഒറ്റ ലെവലിൽ ഇടാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കാരണം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടീപ്പോയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ എല്ലാ ഫർണിച്ചേഴ്സും നമ്മൾ നെല്ലിക്കുഴിയിലുള്ള പ്രവാസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു വെച്ച ഒരു വീടായിരുന്നു. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഈ ഒരു വാഷ് ഏരിയ ഒഴികെ, കാരണം ഈ ഒരു വാഷ് ഏരിയ നമ്മൾ ആഗ്രഹിച്ചതുപോലെയല്ല വന്നത്. നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ വന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം വന്നു പോയതാണ്. സോഫയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഡയറക്റ്റ് വ്യൂ വരാതെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ വെച്ച് കുറച്ച് ഭംഗിയായിട്ട് ചെയ്യണം എന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സാധിച്ചില്ല. ഇതാണ് നമ്മുടെ ഇച്ചുവിന്റെ റൂം. അവളുടെ ഒരു സന്തോഷം കണ്ട അവളുടെ റൂം കാണിക്കുന്നതിന്റെ. അവളും അവളുടെ ഗ്രാൻഡ് മദറും കൂടിയാണ് ഈ റൂമിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വലിയ ബെഡും ഒരു അലമാരയും പിന്നെ അവളുടെ ഒരു സ്റ്റഡി ടേബിളും കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഈ വീട്ടില് 2 ബെഡ്റൂമും ഹാളും കിച്ചണും പിന്നെ ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ എടുക്കാൻ പോയപ്പോഴേ ഇച്ചു പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് മഴ വരുന്നത് പോലത്തെ ഒരു ഷവർ വേണമെന്ന്. അങ്ങനെ നമ്മൾ മഴ വരുന്നത് പോലത്തെ ഇത്തിരി വലിയൊരു ഷവറൊക്കെയാണ് ഇവൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. 2 ബാത്റൂമിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എനിക്കറിയാം ഈ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല. ഇത് ഏകദേശം 1.5-2 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അന്ന് എനിക്ക് വലിയ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും അത്ര കാര്യമായിട്ടൊന്നും അറിയത്തുമില്ലായിരുന്നു. അവളുടെ ചാനൽ ഇടാൻ വേണ്ടിയിട്ടായത് കാരണം അങ്ങനെ വെച്ചിരുന്നതാണ്. ചാനൽ എങ്ങനെയും തിരിച്ചു കിട്ടുവാണെങ്കിൽ അതിൽ ഇടാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. പിന്നെ ഓർത്തു ഇനി ഇടണ്ടാന്ന് വിചാരിച്ചു. തിരിച്ചു മറിച്ചുള്ള എല്ലാ വിചാരങ്ങൾക്കും ഒടുവിൽ ഇതൊരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മളുടെ ചാനലിൽ ഈ വീടിന് തറക്കല്ല് ഇടുന്നതിന്റെ മുതലുള്ള വീഡിയോസ് ഉണ്ട്. വീടിന്റെ ഓരോ പണിയുടെ ഘട്ടങ്ങളുണ്ട്, കയറിത്താമസമുണ്ട്, പിന്നെ കയറിത്താമസത്തിന് ഗിഫ്റ്റ് കിട്ടിയ വീഡിയോസ് ഉണ്ട്. എല്ലാം കൂടി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പൊ ഇത് മാത്രമായിട്ട് വേണ്ടാന്ന് വെക്കണ്ടെന്ന് വിചാരിച്ചു. ഇച്ചൂസ് ഡ്രീം ഹൗസ് മേക്കിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പൊ അടുക്കളയും കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇച്ചുവിന്റെ ഡ്രീം ഹൗസ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.